ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് നോക്കാം. അങ്ങനെ സ്റ്റാൻലി അപ്പച്ചനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പച്ചനോട് ചോദിക്കുകയാണ്, അന്ന് വൈജയുടെ ആങ്ങളമാർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയതിൽ അപ്പനും പങ്കില്ലേ? നിങ്ങളും അവളുടെ വീട്ടുകാരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടല്ലേ ഈ ഞങ്ങൾക്ക് ഈ പണി തന്നത് എന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, ഞാനതിൽ പങ്ക് ചേർന്നിട്ടൊന്നുമില്ല. അവളുടെ അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ സമ്മതത്തോടെയാണ് ഇവരുടെ ഈ കാര്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അവന് വേണമെങ്കിൽ വിവാഹം കഴിക്കണമെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് പൊക്കോളാനാണ് ഞാൻ പറഞ്ഞത് എന്ന്. പിന്നെ എന്നോട് ചോദിച്ചു, നീ എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നാട്ടിലുണ്ട്, അന്നമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നീ നാട്ടിൽ വന്നിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങി പോവുകയുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പോൾ അവർ വെറുതെ ചോദിച്ചതല്ല, കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവരതൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പൻ പറയും, എടാ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിനക്കൊന്ന് ആക്സിഡൻ്റ് ഉണ്ടായില്ലേ, പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരുന്നില്ല എല്ലാവരും. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്താനല്ലേ നോക്കുക. നീ അന്ന് വെൻറ്റിലേറ്ററിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ICUലായിരുന്നു 3-4 മാസം. അവിടെ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താനല്ലേ ഞങ്ങൾ ശ്രമിച്ചത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, ആ ആക്സിഡൻറ്റും അപ്പോൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോർജ് മരണപ്പെട്ടു, ഞാൻ കോമയിലായി. പിന്നെ കുറേ കാലത്തെ ആശുപത്രിവാസവും ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേനും അവർ വൈജയന്തി കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അത് തന്നെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അന്ന് അതിൻ്റെ ഒന്നും അർത്ഥം എനിക്ക് ഇത്ര വ്യക്തമായി മനസ്സിലായിരുന്നില്ല, ഇപ്പോഴാണ് എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായത് എന്ന്. അപ്പോൾ അപ്പച്ചൻ പറയും, മോനെ നീ എന്തിനാണ് അതൊക്കെ കാട് കയറി ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്കൊരു മകളുണ്ട്, 23 വയസ്സുള്ളൊരു മകളുണ്ട്, ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു വിഷമമില്ലാതിരിക്കും അപ്പച്ച എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പം പറയും, നീ അതിൽ ആലോചിച്ച് തലപ്പുണ്ടാക്കണ്ട കേട്ടോ ലലിച്ച, കാരണം അടയ്ക്കയാണെങ്കിലേ മടി വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് അടയ്ക്കാമരാണ്, അവൾ വളർന്ന് വലുതായ ഒരു പെണ്ണാണ്, അതൊക്കെ വലിയ തൊല്ലയാണ്, നീ അതൊന്നും ഏറ്റെടുക്കല്ലേ എന്ന് പറഞ്ഞ് സ്റ്റാലിയെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് അപ്പച്ചൻ. ഇതേ സമയം നമ്മുടെ അലീന രാവിലെ ചായയായിട്ട് ബാലൻ്റെ അടുത്തേക്ക് വരികയാണ്. ബാലൻ പറയും, എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അവളോട് കുശല വർത്താനം പറയുകയാണ്. അപ്പോൾ അവൾ പറയും, ചായ കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പത്രം തരുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ചായ ഇരുന്ന് തണുക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ പറയും, അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സ്ഥലം നോക്കി വെച്ചിരുന്നില്ല, അവരുടെ മറുപടി കിട്ടിയോന്ന്. അപ്പോൾ ബാലൻ പറയും, അവരുടെ മറുപടി കിട്ടിയിട്ടില്ല, നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ അവിടെ നമ്മുടെ പഴയ മഠത്തിലില്ലേ, അവിടെ ഒരു ചെറിയ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെ കുട്ടികളെ നോക്കാൻ ഒരു ആയയെ വേണമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്തോട്ടെ എന്ന്. അപ്പോൾ ബാലൻ പറയും, നീ അവരെ വിളിച്ചു നോക്കിയായിരുന്നോ, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ നീ ഇതറിഞ്ഞത് എന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ എപ്പോഴും ഞാൻ വിളിക്കാറുണ്ടോ, അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻ ചോദിക്കും, ശമ്പളമൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെന്ന്. ശമ്പളമൊക്കെ കുറവായിരിക്കും, എന്നാലും ഞാൻ പൊക്കോട്ടെ അച്ഛാന്ന് ചോദിക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലൻ ദേഷ്യം വരും, നിനക്ക് എന്താ ഇത്ര ധൃതി ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, ഇന്നോ നാളെയോ എന്ന് വെച്ചിട്ട് ഞാൻ എത്ര തവണയാണ്, ഞാൻ പോയി കഴിഞ്ഞാലല്ലേ മാഡം ഇവിടെ വരുള്ളൂ എന്നൊക്കെ പറയണം. മാഡം വന്ന് ഇവിടെ നിന്ന് എന്തൊപ്പിക്കാനാ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അവളെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ വീടാണ് കാണിക്കുന്നത്. ആൻ്റപ്പൻ വണ്ടി ക്ലീൻ ചെയ്യാണ്, വണ്ടി തുടയ്ക്കുകയാണ്. ഒരു കാറാണ്. അപ്പോൾ മറ്റേ കുക്ക് വന്ന് ചോദിക്കും, എങ്ങടാ ആൻ്റപ്പൻ ചേട്ടാ എന്തിനേയും വണ്ടി തുടയ്ക്കുന്നത്, ഇത് ദൂരയാത്രയ്ക്ക് മാത്രം എടുക്കാറുള്ള വണ്ടിയില്ലേന്ന്. സാറ് എവിടേക്ക് ദൂരയാത്ര പോകുന്നുണ്ടെന്ന് തോന്നുന്നു, എന്നോട് വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞു എന്ന്. അതേ അല്ലേ, അപ്പോൾ എവിടേക്കാ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി ഇവർ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ സ്റ്റാൻലി വരുന്നുണ്ട്. ഒരു ബാഗാക്കിയിട്ടാണ് സ്റ്റാൻലി വരുന്നത്. ഒരു ദൂരയാത്രയ്ക്കുള്ള ഡ്രസ്സിങ്ങിൽ ആൾ വരുന്നത്. അങ്ങനെ അപ്പോൾ ബാഗൊക്കെ ആൻ്റപ്പൻ്റെ കയ്യിൽ കൊടുത്ത് അതിന് ശേഷം ബാഗ് ആൻ്റപ്പൻ വണ്ടിയിലോട്ട് വെക്കും. അതിനുശേഷം സ്റ്റാൻലി വണ്ടിയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ വണ്ടിയിലോട്ട് സ്റ്റാൻലി പോകുന്നത് വരെ ഇവർക്ക് ഈ 2 ജോലിക്കാർക്കും മുട്ട് വരച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം സ്റ്റാൻലി അത്രയും വിറപ്പിച്ചിട്ടാണ് ഇവരെയും നിർത്തിയിട്ടുള്ളത്. ജോലിക്കാരോടും ഒരു സഹാനുഭൂതിയും അലിവൊന്നും ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണിത്. അങ്ങനെ എന്നിട്ട് സ്റ്റാൻലി വണ്ടി കയറിയിട്ട് കുറച്ച് നേരം എന്തോ ആലോചിച്ചതിന് ശേഷം വണ്ടി എടുത്ത് പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലി വണ്ടി എടുത്ത് പോയപ്പോഴാണ് നമ്മുടെ ആൻ്റപ്പൻ ചേട്ടനും കുക്കിനും ഒക്കെ ഒരു സമാധാനമായത്. രാവിലെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വീണ്ടും അലീന ഒരു കോഫിയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ ചായ കുടിക്കാൻ ഇപ്പോൾ താഴോട്ട് വരുമല്ലോ, നീ എന്തിനാ ഇതൊക്കെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണം. അതൊന്നുമില്ല അച്ഛനെന്താ വേഗം ചായ കുടിക്കാൻ പോരെ, ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അവൾ പോവും. അപ്പോൾ ബാലൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. അപ്പോൾ മറുതലയ്ക്ക് നമ്മുടെ സ്റ്റാൻലി ആയിരിക്കും. അപ്പോൾ പറയും, ഞാൻ സ്റ്റാൻലി ജോസഫാണ്, എനിക്ക് ബാലചന്ദ്രനൊന്ന് കാണണമെന്നുണ്ട്, കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുമ്പോൾ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ കുറച്ച് മുന്നേ കൂട്ടി വിളിച്ച് പറയുന്നത് മോശമായിപ്പോയി, ഞാനിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ പാലായിലെത്തും, അപ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് കാണുക എന്ന് ചോദിക്കണം.
അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും നിങ്ങൾ കടയിലോട്ടാണോ വരുന്നത് അതോ വേറെ എവിടെയെങ്കിലും വെച്ച് കാണണോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ പാലായിലോട്ട് എത്താറ് അരമണിക്കൂറിനുള്ളിൽ എത്തും, അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടൽ നോക്കിയിട്ട് ഞാൻ വിളിച്ച് പറയാമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഒരു തവണയും കൂടി അയാൾ മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ മുൻകൂട്ടി വിളിച്ച് പറയാവുന്നതിൽ എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പോൾ ബാലൻ പറയും ഇങ്ങനത്തെ ഒരു മുഖവര നമുക്കിടയിൽ ആവശ്യമില്ലല്ലോ, നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം വിളിച്ച് പറയൂ, അതിനനുസരിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയണം. പിന്നെ ബാലന് ആകെ ഒരു സ്റ്റാൻലി ഫോൺ വെച്ചതിന് ശേഷം ആകെ ഒരു കൺഫ്യൂഷൻ, കാരണം എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി പാല ടൗണിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അയാൾ നല്ല ഏതെങ്കിലും ഹോട്ടലുണ്ടോ സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ ബാലചന്ദ്രനെ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ല ഹോട്ടലുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കണം. അങ്ങനെ അയാളൊരു ഹോട്ടൽ കണ്ടുപിടിക്കും. എന്നിട്ട് ഹോട്ടലിലോട്ട് ഹോട്ടൽ റൂമിലോട്ട് കയറുകയാണ്. റൂമിൽ കയറിയതിന് ശേഷം ബാലനെ വിളിക്കും. എന്നിട്ട് പറയും ഞാനിവിടെ റൂം എടുത്തു, ഹോട്ടലിൻ്റെ പേരും പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് അറിയാമോ ആ ഹോട്ടൽ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഹോട്ടലാണ്, റൂം നമ്പർ എത്രയാണ് ചോദിക്കുകയാണ് സ്റ്റാൻലിയുടെ അടുത്ത്. അപ്പോൾ സ്റ്റാൻലി പറയും 112 റൂം നമ്പർ, ഞാനിവിടെ ഉണ്ടാവും, താങ്കൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും ശരി ഞാനങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ബാലൻ ഫോൺ വയ്ക്കും. സ്റ്റാൻലിയും ഫോൺ വെച്ചതിന് ശേഷം പിന്നെ സ്റ്റാൻലിയെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് ബാലൻ. അപ്പോൾ അലീന ചോദിക്കും അച്ഛൻ എന്താ ഒരു ടെൻഷൻ പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ എന്ന്. അപ്പോൾ ബാലൻ പറയും ഇല്ലല്ലോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്താ നിനക്ക് അങ്ങനെ തോന്നിയോ എന്ന്. ഞാൻ ചായ കൊണ്ടുവന്ന് തരുന്നവരെ അച്ഛൻ ഹാപ്പി ആയിരുന്നല്ലോ, പിന്നെ അതിനുശേഷം എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടാച്ചോ എന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ രോഹിത് എങ്ങനെയാണ് പോയതെന്ന് ചോദിക്കുകയാണ്. രോഹിത്തിൻ്റെ കൂട്ടുകാരൻ വന്ന് രോഹിത്തിനെ വിളിച്ചു കൊണ്ടുപോവുക ചെയ്തത്, ഞാൻ പറഞ്ഞതാണ് അച്ഛൻ കൊണ്ടുപോകുമെന്ന്, പിന്നെ അവൻ അങ്ങനെ പോയി എന്ന് പറയുകയാണ്. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് ബാലൻ മുറ്റത്തോട്ട് ഇറങ്ങി വണ്ടിയിലോട്ട് കയറുകയാണ്. അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ബാലന് ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ ബാലൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ മടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീന വന്ന് ചോദിക്കും എന്തെങ്കിലും മറന്നോ? ഞാൻ എന്തോ മറന്ന പോലെ തോന്നുന്നു, നീ എൻ്റെ റൂമിലൊന്ന് പോയി നോക്കിയിട്ട് ആ റൂം ലോക്ക് ചെയ്തില്ലേ എന്ന് നോക്കുമെന്ന്. അപ്പോൾ അവൾ ചോദിച്ചു എന്നാൽ ശരി ഞാൻ നോക്കാം, പിന്നെ നീ ഒന്ന് പോയിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കിയേക്കിട്ടാ എന്ന് പറഞ്ഞിട്ട് അവളേനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഒഴിവാക്കിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ എന്നിട്ട് കാറിൽ കയറിയിട്ട് ഫോൺ ചെയ്യണം. ഗോവർദ്ധനാണ് ഫോൺ ചെയ്യുന്നത്. ഗോവർദ്ധനോട് പറയാണ് ഗോവർദ്ധ താൻ ഇറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഗോവർദ്ധൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗോവർദ്ധൻ്റെ വീട്ടിൽ. അപ്പോൾ ഇല്ല ബാലേട്ടൻ ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങുമെന്ന്. എന്നാൽ നീ പെട്ടെന്ന് ഇറങ്ങ്, ഒരു അത്യാവശ്യമുണ്ട്, ലേറ്റ് ആക്കല്ലേ എന്ന് പറയും. ഗോവർദ്ധൻ പറയുന്നത് ശരി ബാലേട്ടൻ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങാം എന്ന് പറയുകയാണ്. അങ്ങനെ ശരി ബാലൻ അപ്പോൾ വണ്ടി എടുത്ത് പോവും. അപ്പോഴേക്കും നമ്മുടെ അലീന റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ ബാലൻ്റെ വണ്ടി കാണാനില്ല. അപ്പോൾ അലീന വിചാരിക്കും അച്ഛൻ പറയാണ്ട് പോയോ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ബാലൻ ഒരു ആശങ്കയിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. കാരണം എന്താണ് ഇനി സ്റ്റാൻലിയെ കണ്ടിട്ട് സംസാരിക്കുക എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കൂട്ടത്തിൽ അലീനയെ പിരിയുന്ന ഒരു ദുഃഖം അത് ബാലചന്ദ്രൻ്റെ മുഖത്തും ഉള്ളിലും ഉണ്ട്. അതുകൊണ്ടാണ് ബാലൻ ഇന്ന് അലീനയോട് വഴക്കിട്ടത്. നിനക്ക് എന്താണ് ഇവിടെ നിന്ന് തിരക്കിട്ട് പോവാൻ ധൃതി എന്ന് പറഞ്ഞ് അലീനയോട് വഴക്കിട്ടതും. അതിനുശേഷം അലീന പിന്നെ ഫോൺ എടുത്തിട്ട് ശരണ്യയെ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ ഫോൺ കൊടുക്കുന്നത് ശരണ്യയുടെ അമ്മയാണ്. അപ്പോൾ ശരണ്യ പറയും ഇത്ര ദിവസം എവിടെയായിരുന്നാണോ ഇപ്പോഴാണ് കള്ളത്തി വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ശരണ്യ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ശരണ്യ പരിഭവം പറയുകയാണ്, ചേച്ചി ഇത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചോ മിനിയാന്ന് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും നിന്നോടല്ലടി ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു യാത്ര പോവാണ്, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തിരക്കായിരിക്കും എന്നൊക്കെ. അത് നിങ്ങൾ യാത്ര പോയിട്ട് വന്നിട്ട് ഇന്നല്ലല്ലോ വന്നത്, ഇന്നലെയോ അല്ല വന്നത്, മിനിയാന്നും അല്ല വന്നത്, അപ്പോൾ എന്നെ ഇത്ര നേരം വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കും അപ്പം നീ ഇവിടെ വല്ല ചാരന്മാരെയും വെച്ചിട്ടുണ്ടോ, നീ കൃത്യമായിട്ട് ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം അലീന പറയും നീ പഠിക്കുന്നില്ലേ, നിനക്കെന്താ പരീക്ഷ തുടങ്ങുന്നത് എന്ന്. ചേച്ചി എനിക്ക് നാളെയാണ് പരീക്ഷ തുടങ്ങുന്നത്, പഠിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ചേച്ചിയുടെ പോക്കെന്താ, ചേച്ചി പോകുന്ന കാര്യം എന്തായി ചോദിക്കണം. അതൊന്നും ആയിട്ടില്ല, എന്തായാലും പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യ ചോദിക്കും ചേച്ചിക്ക് പോകണമെന്ന് ഇത്ര നിർബന്ധമുണ്ട് മോളെ എന്ന് പറയുകയാണ്. പിന്നെ നീ ഫോൺ അമ്മയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് ശരണ്യ. അപ്പം അമ്മയോട് അലീന ചോദിക്കണം അവൾ ഓക്കെ അല്ലേ, അവൾ ഹാപ്പി അല്ലേ എന്ന്. അപ്പോൾ അമ്മ പറയും അവളെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ അവൾ നന്നായിട്ട് എന്ന് ചോദിക്കും. ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നില്ലെങ്കിലും കഴിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അമ്മ അവളെ നന്നായി ശ്രദ്ധിച്ചേക്കണം കേട്ടോ, നല്ല കെയർ കൊടുക്കണം, നല്ല ധൈര്യം കൊടുക്കേണ്ട സമയമാണ് അവൾക്ക് എന്ന് പറയുക. മോളെ ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെ ശരണ്യയും അലീനയും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ മഴ തോരുമ്പോഴേ കഥയും വിശേഷങ്ങളും അറിയാൻ നിങ്ങളാദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.